ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെഞ്ചർ ജേണി. അങ്ങനെ നമ്മൾ ഡിസംബർ 24 എത്തി നിൽക്കുന്നു. നമ്മൾ നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ദൈവവചന ഭാഗം ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മാലാഖ ആരുടെ അടുത്തേക്കാണ് ആദ്യം വന്ന് സദ്വാർത്ത അറിയിച്ചത്? ആ ഭാഗം നമുക്കിന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ശ്രീ രത്തൻ ടാറ്റയെക്കുറിച്ചാണ്. നാളുകളെ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മരണം നടന്നിട്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ ലോകത്തെ ഇങ്ങനെ മീഡിയയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു കുഞ്ഞ് സംഭവം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തോട് ഒരിക്കലും ഒരു റേഡിയോ ഇൻ്റർവ്യൂവർ ചോദിച്ചു, സർ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏതായിരുന്നു? അപ്പോൾ പുള്ളി മറുപടി പറഞ്ഞ് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സന്തോഷങ്ങളിലെ 4 ഘട്ടങ്ങളായിട്ട് ഞാൻ പറയാം. അതിൽ 4-ാമത്തെ ഘട്ടത്തിലാണ് ഞാൻ യഥാർത്ഥ സന്തോഷം കണ്ടെത്തിയത്. 1-ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ധാരാളം പണവും സ്വത്തും സമ്പാദിച്ചു. ഒരു സമ്പന്നൻ എന്നൊരു ലേബലിലേക്ക് ഞാൻ വന്നു. അതെനിക്ക് സന്തോഷം തന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി. 2-ാമത് അദ്ദേഹം പറഞ്ഞതാണ്, ലോകത്തിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ള ആഡംബരമായിട്ടുള്ള കുറേ വസ്തുക്കൾ ഞാൻ വാങ്ങിക്കൂട്ടി. അതെല്ലാം എനിക്ക് സ്വന്തമായപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും മങ്ങി. 3-ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഓയിൽ വിതരണ രംഗത്ത് ഇന്ത്യയിലും ആഫ്രിക്കയിലും ഞങ്ങളുടെ കമ്പനിയായിരുന്നു ലീഡിങ്. അതുമാത്രമല്ല, അതേ സമയം തന്നെ ഏഷ്യയിൽ ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയും ഞാനായിരുന്നു. ഈ ബിസിനസ്സിലെ ഈ ഉയർച്ചകളൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ അതും കുറച്ച് കഴിഞ്ഞപ്പം മങ്ങി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു 200 കുട്ടികൾക്ക് വീൽ ചെയർ സ്പോൺസർ ചെയ്യണം. അപ്പോൾ തന്നെ ഞാൻ എഗ്രി ചെയ്തു. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ എന്നോട് ഒരു ഡിമാൻഡ് കൂടി വെച്ചു, അങ്ങ് തന്നെ വന്ന് ഈ വീൽ ചെയർ ആ കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ആ ദിവസം അടുത്തു. ചടങ്ങുകളുടെ ഇടയിൽ ഈ കുട്ടികൾക്ക് വീൽ ചെയറൊക്കെ വിതരണം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്: ആ കുട്ടികളുടെ മുഖത്ത് കണ്ട പ്രകാശം, അവരുടെ കണ്ണുകളിലെ തിളക്കം എന്നെ ഒരുപാട് എക്സൈറ്റഡ് ആക്കി. അങ്ങനെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് വീൽ ചെയറിലിരുന്ന ഒരു ആൺകുട്ടി വന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ വട്ടം ചുറ്റിപ്പിടിച്ചു, കാലിലിങ്ങനെ വട്ടം ചുറ്റിപ്പിടിച്ചു. അപ്പം അദ്ദേഹം അവനോട് ചോദിച്ചു, ഞാൻ എന്ത് ഹെൽപ്പാണ്, എന്താ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നീ അടുത്തു വാ. അപ്പോൾ എന്തിനാ? എനിക്ക് അങ്ങയുടെ മുഖം ഒന്ന് കാണണം. അതെന്തിനാ? സ്വർഗത്തിൽ വെച്ച് അങ്ങേ വീണ്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും. അപ്പോൾ എനിക്ക് അങ്ങേ ഓർമ്മ വരണം. ഈ മുഖം എനിക്ക് മറക്കാതെ എൻ്റെ മനസ്സിലുണ്ടാകും. അപ്പോഴും എനിക്ക് അങ്ങയോട് ആ നന്ദി അറിയിക്കണം. അതുകൊണ്ട് അടുത്ത് വരാൻ പറഞ്ഞു. സ്വർഗത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുവാണ്, ആ മൊമെൻ്റായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും, ഇന്നും എനിക്ക് ഒട്ടും മങ്ങാതെ ഒരു പച്ചപ്പ് പോലെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരനുഭവം, ഓർമ്മ അതാണ്. ശരിക്കും വാട്ട് ഈസ് റിയൽ ഹാപ്പിനെസ് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പക്ഷേ ദിസ് ഇസ് ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണിത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ശരിക്കും ഈശോ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഈശോയെ സ്നേഹിക്കുക, ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക, സന്മനസ്സുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ക്രിസ്മസ് പുൽക്കൂടൊക്കെ ഒരുക്കുക, ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുക, എല്ലാവരും തമ്മിൽ. പക്ഷേ നമുക്കൊരു മറ്റുള്ളവരെക്കുറിച്ചൊരു കരുതൽ, ഒരു കൺസേൺ, ചുറ്റുമുള്ളവരെയൊക്കെ ഒന്ന് പരിഗണിക്കുന്ന ഒരു മനസ്സിന് നമുക്ക് ഉടമകളാകാൻ ഈ ക്രിസ്മസ് രാത്രിയിൽ നിന്ന് നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ സീ യു ടുമോറോ.